ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു റംസാൻ സ്പെഷ്യൽ പാൽവാഴക്കൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നേന്ത്രപ്പഴവും ചൊവ്വരി അല്ലെങ്കിൽ സാബുനരി എന്നൊക്കെ പറയും, പിന്നെ പാലും ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. ഇതിനായിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ, ഇനി നിങ്ങൾ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി അതിനനുസരിച്ച് കൂട്ടണം കേട്ടോ. ഇനി ഇതിലേക്ക് ചൊവ്വരി നമ്മളൊരു 1/4 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായി കഴുകിയിട്ടുള്ളത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇതിനെ അടച്ചു വെച്ചിട്ട് കുക്കാക്കി എടുക്കണം കേട്ടോ. നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രം എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇത് വേവുമ്പോൾ കുറച്ച് അടിയിൽ പിടിക്കാൻ മതി. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആകുമ്പോൾ ആ പ്രശ്നമില്ല. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് എടുത്തിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് വെന്തിട്ടില്ല. വെന്തിക്കാണെങ്കിൽ ഇതിലുള്ള ഒരു വെള്ള കളർ നമ്മൾ കാണൂല. ഇപ്പോൾ ഇതിൽ ആ വെള്ള കളർ കാണുന്നുണ്ട്. വെന്തിക്കാണെങ്കിൽ ഇതാ ഇതുപോലെ ഗ്ലാസ് പോലെ ഉണ്ടാവും, ട്രാൻസ്പെറൻ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് കിടക്കും. ഇതിലൊരു ചെറിയ വൈറ്റ് സ്പോട്ടൊന്നും കാണൂല. അപ്പോഴാണ് നമുക്കിത് കുക്കായി എന്ന് മനസ്സിലാവുക. ഇനി ഇതിലേക്ക് നമ്മൾ നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. വലിയ സൈസ് കൂടും ചെയ്യരുത്, പറ്റ കുറയും ചെയ്യരുത്, ഒരു മീഡിയത്തിൽ മുറിച്ചെടുക്കുക. ഇത് നമ്മൾ ഈ ചൊവ്വരി വേവിച്ചതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ട് പഴം കൂടി കുറച്ച് നേരം അടച്ചു വെച്ചിട്ടൊന്ന് കുക്കാക്കി എടുക്കുകയാണ്. ഒരുപാട് സമയമൊന്നും വേണ്ട, കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്കാക്കി എടുക്കുക. ഇനി അവിടുന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മളിത് തുറന്നിട്ട് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുകയാണ്. 2 കപ്പ് പാലാണ് ചേർക്കുന്നത്. അത് നല്ല തിളച്ച പാലാവണം, ചൂട് കുറഞ്ഞത് ഒഴിക്കരുത്. അപ്പോൾ തിളച്ച പാല് ഒരു 2 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അടച്ചു വെച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് കുക്കാക്കുകയാണ്. ഇപ്പം നമ്മൾ പഞ്ചസാര ഒന്നും ഇടുന്നില്ല കേട്ടോ, തിളച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പഞ്ചസാര ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊക്കെ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി പഞ്ചസാര, നിങ്ങളെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഏലക്കായ പൊടിച്ചത്, നന്നായിട്ട് പൊടിച്ചിട്ടുള്ളത് ഒരു നുള്ള് ഇതിൻ്റെ മേലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാൽവാഴക്ക റെഡി ആയിട്ടുണ്ട്. ഇനി വറവിടാനും കൂടെ ഉള്ളൂ. ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളൊരു പാനിലേക്ക് 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യിൽ വറവിടുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് ഓയിലാണെങ്കിൽ കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് കാഷ്യൂനട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുക. കാഷ്യൂനട്ട് ഒന്ന് മൂത്തതിന് ശേഷം റൈസിൻസ്, മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമ്മൾ പാൽവാഴക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പാൽവാഴക്ക റെഡി ആയിട്ടുണ്ട്. ഇതൊരു റംസാൻ സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, നോമ്പ് തുറക്കുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.